യേശുവേ എൻ പ്രാണനാഥ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമോ, യേശുവേ യേശുവേ എൻ പ്രാണനാഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 121 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. എത്ര സന്തോഷകരമായ, എത്ര ആശ്വാസകരമായ, എത്ര ബലം നൽകുന്ന ഒരു വചനമാകുന്നു അവിടെ നാം വായിച്ച് കേട്ടത്. ദൈവം നമ്മുടെ പരിപാലകൻ. അതുമാത്രമല്ല, യഹോവ നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലായി നിൽക്കുന്നു. നമ്മുടെ വലതുഭാഗത്ത് നമുക്കൊരു മറയായി, നമ്മുടെ വലതുഭാഗത്ത് ദൈവം നമുക്കൊരു പരിചയായി, നമ്മുടെ വലതുഭാഗത്ത് ദൈവം നമുക്കൊരു കോട്ടയായി നിൽക്കുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ അനുഭവമാണ്. ചൂട് അനുഭവിക്കുന്നവന് മാത്രമേ തണലിന്റെ വിലയും തണുപ്പിന്റെ വിലയും അറിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹാഗാറിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിലെ വെള്ളം തീർന്ന ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിന്റെ തണലിൽ ഇട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ബേർശേബ മരുഭൂമിയിലെ അതിഭയങ്കരമായ ചൂടിൽ നിന്ന് ദാഹജലം അവശേഷിച്ച ശേഷം, ദാഹജലം തീർന്ന ശേഷം അവൾ കുഞ്ഞിനെ ഇതാ ഒരു കുറുങ്കാട്ടിന്റെ തണലിൽ ഇട്ടു. അവൾക്കൊരൽപ്പയാശ്വാസം. വലിയ ചൂടുണ്ടെങ്കിലും എൻ്റെ മകന് ഈ കുറുങ്കാട്ട് ഒരു തണലായി ഇരിക്കുന്നു എന്ന് ഉള്ളത്. ഏലിയാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഏലിയാവിൻ്റെ ജീവിതത്തിലും ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ട് താനും ബേർശേബയിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ താൻ ആയിരുന്നു. അവിടെ താൻ വിശ്രമം കണ്ടെത്തി എന്ന് കാണുന്നു. അതേ പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് അവർക്കൊരു തണൽ വൃക്ഷം എത്രയോ ആശ്വാസമാകുന്നു. ചൂടിന്റെ കാഠിന്യത്തിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുവാൻ ഒരു തണവൃക്ഷം അവർക്ക് ആശ്വാസമായിരിക്കുന്നത് പോലെ, പലസ്തീനിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഇടയന്റെ ജീവിതത്തിൽ തൻ്റെ ആടുകൾക്കൊരാശ്വാസം ലഭിക്കുവാൻ, തനിക്കൊരാശ്വാസം ലഭിക്കുവാൻ തണൽ വൃക്ഷങ്ങളെ താൻ ആശ്രയിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നമ്മുടെ വേദനകളിൽ, ചൂടേറിയ അനുഭവങ്ങളിൽ, അഗ്നി പരിശോധനകളിൽ, ആരും നമുക്കൊരു തണലായി ഇല്ലാത്ത മേഖലകളിൽ, ആശ്വാസമില്ലാത്ത മേഖലകളിൽ, അതേ ദൈവം നമുക്ക് തണലായിരിക്കുന്നു. അവൻ നമുക്കൊരാശ്വാസമായിരിക്കുന്നു. അവൻ നമുക്ക് ഒരു പരിപാലകനായിരിക്കുന്നു. എത്ര സന്തോഷകരമായ വചനമാണ്. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ശൂനേംകാരി പാടുന്നു: അവൾ വെയിലുകൊണ്ട് കറുത്തവളാണ്, എന്നാൽ വെയിലുകൊണ്ട് കറുത്തവൾ അവൾ പാടുകയാണ്: കാട്ടുമരങ്ങളിടയിൽ ഒരു നാരകം പോലെ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു എന്ന്. കാട്ടുമരങ്ങളിടയിൽ ഒരു നാരകം പോലെ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അവൾ പറയുന്നു, അതിൻ്റെ നിഴലിൽ, അതിൻ്റെ തണലിൽ ഞാൻ അതിമോദത്തോടെ ഇരിക്കുന്നു എന്ന് കാണുന്നു. വെയിലുകൊണ്ട് കറുത്ത ആ ഇളയ പെൺകുട്ടി അല്പയാശ്വാസത്തിനായി ഇതാ അവൾ ആ നാരകത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട്, ആ തണലിരുന്നു കൊണ്ട് അവൾ ആശ്വാസം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദനകളിൽ നമുക്കിരിക്കുവാൻ ഒരു ഇടമുണ്ട്.
നമുക്ക് ആശ്രയിപ്പാൻ ഒരിടമുണ്ട്, നമുക്ക് സന്തോഷിപ്പാൻ ഒരിടമുണ്ട്. അത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവാണ്. അവൻ ശാരോനിലെ പനനീർ പുഷ്പമാണ്. അവൻ മനോഹരമായ അവൻ നാരകമാണ്. അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ആശ്വാസമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതെ, ആ ശൂനേംകാരിയുടെ ജീവിതത്തിൽ അവൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടെ ഏകാന്തതയിൽ, അവിടെ പ്രശ്നങ്ങളിൽ, ചൂടേറിയ അനുഭവങ്ങളിൽ. ഇതാ അവൾ ഈ നാരക ചുവട്ടിൽ ഇരുന്നു കൊണ്ട് സന്തോഷിക്കുന്നു. അതെ, വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, ചൂടേറിയ അനുഭവങ്ങളിൽ നിങ്ങൾക്കിരുന്ന് ആശ്വാസം പ്രാപിപ്പാൻ ഇതാ ദൈവം നിങ്ങൾക്കൊരു തണലായിരിക്കുന്നു. യേശു നമുക്കൊരു തണലായിരിക്കുന്നു. അവൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ദൈവത്തിൻ്റെ മക്കളെ, അവിടെയാണ് നമ്മുടെ സന്തോഷം. അതേ, നാം പഴയ ഇസ്രായേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, മിസ്രയിൽ നിന്നും പുറപ്പെട്ടതായിട്ടുള്ള തൻ്റെ ജനത്തിന് ദൈവം പകൽ ഒരു മേഘസ്തംഭമായിരുന്നു എന്ന് കാണുന്നു. അവർക്ക് തണൽ കൊടുക്കുവാൻ ആ മരുഭൂമിയിൽ ഒരു ദിവസമല്ല 40 വർഷക്കാലം അവർ കനാനിലെത്തും വരെയും ദൈവം അവർക്കൊരു തണലായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർക്ക് മന്ന ഉണ്ടായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർക്ക് മാംസമുണ്ടായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർക്ക് ശരീര സൗഖ്യമുണ്ടായിരുന്നു. ആ മേഘത്തിൻ്റെ കീഴിൽ അവർക്ക് ആശ്വാസമുണ്ടായിരുന്നു. അതേ, നിന്റെ തലയ്ക്ക് മീതെ ദൈവത്തിൻ്റെ തണലുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ പരിപാലിക്കുവാൻ നിന്റെ തലയ്ക്ക് മീതെ ദൈവത്തിൻ്റെ മേഘമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതേ, പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ മേഘത്തിൻ്റെ കീഴിൽ സഞ്ചരിച്ചു, അതുപോലെ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ തലയ്ക്ക് മീതെ ഒരു മേഘം തണലായിട്ടുണ്ട്. നമ്മുടെ ദൈവം നമുക്കൊരു തണലായിട്ടുണ്ട്. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ മേഘത്തിൻ്റെ കീഴിലാണ് ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, ദൈവം എളിയവന് അവൻ്റെ കഷ്ടത്തിൽ, അവൻ്റെ ഉഷ്ണത്തിൽ ഒരു തണലായിരിക്കുന്നു. അവൻ്റെ ഉഷ്ണത്തിൽ, അവൻ്റെ വേദനയിൽ, അവൻ്റെ പ്രയാസത്തിൽ എളിയവന് ദൈവം ഒരു തണലായിരിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, നിന്റെ ചൂടേറിയ അനുഭവങ്ങളിൽ അവൻ നിനക്ക് ഒരു തണലാണ്. അവൻ്റെ കീഴിൽ നമുക്ക് ആശ്വാസമുണ്ട്. രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ യേശു നമുക്കൊരു തണലായി, ദൈവം നമുക്കൊരു തണലായി, ഒന്നും നമ്മുടെ മേൽ തട്ടാതെ വണ്ണം നമ്മുടെ ജീവനെ സൂക്ഷിക്കുവാൻ അവൻ നമുക്കൊരു മറയായി, ഒരു മറവിടമായി ഉള്ളത് കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ പരശുഷയിൽ യേശു എത്രയോ പേർക്കൊരു തണലായിരുന്നു. കുഷ്ഠരോഗിക്ക് അവനൊരു തണലായിരുന്നു. ഭൂതഗ്രസ്തർക്ക് അവനൊരു തണലായിരുന്നു. വിശന്നവർക്ക് അവൻ യേശു ഒരു തണലായിരുന്നു. ദുഃഖിക്കുന്നവർക്ക് യേശു ഒരു തണലായിരുന്നു. അതെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് തണലായി, നിന്റെ തലമുറയ്ക്കൊരു തണലായി യേശു കൂടെയുണ്ട്. അവൻ നമുക്ക് ഒരു തണലായി കൂടെയുണ്ട്. അവൻ്റെ ആ ചിറകിൻ്റെ കീഴിൽ, അവൻ്റെ ആ മറയുടെ കീഴിൽ, അവൻ്റെ ആ ശരണത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാം. ഭാരപ്പെടേണ്ട, അവൻ നിന്റെ പരിപാലകനായി, നിന്റെ വലതുഭാഗത്ത് ഒരു തണലായി യേശു നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ കീഴിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ നമുക്ക് ആശ്വാസം പ്രാപിക്കാം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. നീ അവർക്കൊരു പരിപാലകനായി, കർത്താവർക്ക് തണലായി ഉള്ളത് കൊണ്ട് സ്തോത്രം. നീ ഞങ്ങളുടെ തണലും താങ്ങുമായിരിക്കുന്നുകൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കത്തൂഷയിൽ KK സാമുവേൽ. എന്നുടേ വേദന നിൻ മരണയാകത്താൽ എൻ മരണം
രക്തത്താൽ എൻ മരണം മാറ്റി നീ. ഞാൻ പാടുമേ, ഞാൻ പാടുമേ, ഞാൻ പാടുമേ ആ സ്നേഹത്തെ